ോടൊപ്പം ഇന്ന് അതിഥിയായി ചേരുന്നത് മുൻ ക്രിക്കറ്റ് താരവും പരിശീലകനുമായ സോണി ചെറുവത്തൂരാണ്. സോണി, എന്തായാലും വലിയ ആവേശത്തിലാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഒരു ലോകകപ്പിലേക്ക്, നമ്മുടെ കയ്യിലുള്ള ഒരു ലോകകപ്പ് നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു ആവേശത്തിലാണ് എല്ലാവരും ഇറങ്ങുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 20 ടീമായി വന്ന വലിയൊരു തരത്തിലേക്ക് ലോകകപ്പ് സംഘടിപ്പിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ പ്രാഥമിക ഘട്ടത്തിൽ വലിയ ഒരു വെല്ലുവിളിയൊന്നും ഇന്ത്യക്ക് ഇല്ല. പക്ഷേ ഒരു മികച്ച നിരയെ ഏത് തരത്തിലായിരിക്കും കൊണ്ടുവരിക എന്നതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം നോക്കുന്നത് ഈ 2013 ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം 2020-ലാകട്ടെ, ഏകദിനത്തിലാകട്ടെ, ടെസ്റ്റിലാകട്ടെ ഒരു ICC കിരീടം എന്നത് വലിയൊരു കാത്തിരിപ്പൊക്കെ ഇന്ത്യക്ക് ഉണ്ടായി. പക്ഷേ 2024 ശേഷം അങ്ങനെയല്ല സ്ഥിതി. നമുക്കിപ്പോൾ ഏത് ടൂർണമെന്റ് വരുന്നു എന്ന് കാത്തിരിക്കുകയാണ്. ഈ കിരീടം നേടാനുള്ള കാത്തിരിപ്പാണ് ആരാധകർക്ക് ഉള്ളത്. സോണി, വളരെ ശരിയാണ്. നമുക്കൊരു ഒരു ICC കിരീടം, പ്രത്യേകിച്ച് കപ്പിന് ചുറ്റുമുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തവണ നഷ്ടപ്പെട്ടു പോയിരുന്നു. പക്ഷെ 2024 നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചു. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള കിരീടം നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ് ആതിഥേയരായ ടീം ഇന്ത്യ ഇക്കുറി എത്തുന്നത്. ടീം ഇന്ത്യയുടെ ഒരു ശക്തി നമ്മൾ നോക്കുന്ന സമയത്ത് ലോകകപ്പ് മത്സരം, T20 ലോകകപ്പ് മത്സരങ്ങളിൽ ഇന്ത്യ ഒരു കളി തോറ്റിട്ട് കുറച്ചധികം വർഷങ്ങളാവുന്നു. 2022 എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടിനായിട്ടുള്ള സെമി മത്സരം തോറ്റതിനു ശേഷം പിന്നീട് നമ്മൾ തോൽവി അറിയാതെയാണ് T20 ലോകകപ്പിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ നമുക്ക് വലിയ വെല്ലുവിളി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതോടൊപ്പം ഇനി ടീം കോമ്പിനേഷനിലേക്കാണ് പോകേണ്ടത്. സാധാരണ നമ്മൾ അത് ചോദിക്കുന്നത് ഈ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷനാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കാണുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ 2020 ടീമിൽ തുടർച്ചയായി അവസരം കിട്ടുന്നത് കാണുന്നു. പക്ഷേ ഇത്തവണ നോക്കുമ്പോൾ ഒരു ഓൾ ലെഫ്റ്റ് കോമ്പിനേഷൻ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, അത്തരത്തിലുള്ള ഒരു ഫോമിലാണ് ഇഷൻ കിഷൻ കളിക്കുന്നത്. താങ്കൾ നേരത്തെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആഭ്യന്തര ക്രിക്കറ്റിൽ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ അടിച്ച് കസർത്തി അതിനുശേഷം ടീം ഇന്ത്യയിലേക്ക് എത്തുന്നു. അവിടെയും തന്റെ ഫോം തുടരുന്ന ഇഷൻ കൃഷ്ണനെയാണ് കാണാൻ സാധിക്കുന്നത്. തിലക് വർമ്മ പരിക്ക് മാറി കഴിഞ്ഞ പരിശീലന മത്സരത്തിൽ കളിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു സ്ഥാനം നൽകണമെന്നുള്ള ഒരു തോന്നൽ ഒരുപക്ഷെ ടീം മാനേജ്മെന്റ് എത്തിയിട്ടുണ്ടാകും. പക്ഷെ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സൂര്യകുമാർ യാദവ് ആയിക്കോട്ടെ, ഗൗതം ഗംഭീർ ആയിക്കോട്ടെ, 1-2 മത്സരങ്ങൾ പരാജയപ്പെടുമ്പോൾ ആ ഒരു പ്ലെയറിന്റെ മേലൊരു വലിയ സംശയം കൊണ്ടുവരിക, മൊത്തത്തിൽ ആ ടീമിൽ അഴിച്ചുപണി വരുത്തുക, അത്തരത്തിലുള്ള വലിയ നീക്കങ്ങളിലേക്ക് പോകുന്നത് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ താങ്കൾ സൂചിപ്പിച്ചതല്ലേ, ഇടങ്കൈ വലങ്കൈ കോമ്പിനേഷൻ വന്നാൽ അത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. അത്തരത്തിലുള്ള മലയാളി സാന്നിധ്യം നമ്മൾ ടീം ഇന്ത്യ കപ്പ് നേടുമ്പോൾ ആവശ്യവുമാണല്ലോ. ഈ സോണി, നമ്മൾ ഇന്ത്യൻ ടീമിനെ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞ സമീപകാലത്തൊക്കെ നോക്കുമ്പോൾ ഈ ടോപ്പ് ഓർഡറിലൊക്കെ ഈ വലങ്കൈമാരുടെ ഒരു ആധിപത്യമാണ് കഴിഞ്ഞ കുറെ നാളുകളായി കണ്ടത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കളിക്കുന്നവരാകട്ടെ, ഇനി വരാനിരിക്കുന്ന താരങ്ങൾ എന്ന അർത്ഥത്തിൽ നമ്മൾ ഒരു ബാക്കപ്പായി നിൽക്കുന്ന താരങ്ങൾ പോലും നോക്കുമ്പോൾ ഒരുപാട് ഇടങ്കൈ ബാറ്റർമാരെ കാണുന്നു. അല്ല, പ്രത്യേകിച്ച് T20 ക്രിക്കറ്റിൽ അത്തരത്തിലുള്ള കോമ്പിനേഷൻ, പ്രത്യേകിച്ച് മിഡിൽ ഓർഡറിൽ അത്തരത്തിലുള്ള ഇടങ്കൈൻ ബാറ്റ്സ്മാൻമാരുടെ സാന്നിധ്യം വളരെ നിർണായകമാണ്. നമ്മൾ IPL നോക്കിയാൽ അറിയാം, അല്ലെങ്കിൽ സ്കൗട്ടുകൾ നാനാഭാഗത്തേക്ക് പോകുമ്പോഴും അവർ കാത്തിരിക്കുകയും അവരെ നോക്കുകയും ചെയ്യുന്ന ഒരു ഇടങ്കൈൻ ബാറ്റ്, പ്രത്യേകിച്ച് ഒരു പ്രത്യേകമായ ഒരു ടാസ്ക് ചെയ്യാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നേഴ്സിനെയും ലെഗ് സ്പിന്നേഴ്സിനെയും ലെഗ് സൈഡിലേക്ക് കളിക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ സ്വിച്ച് ഹിറ്റുകൾ കളിക്കാൻ സാധിക്കുന്ന ഇടങ്കൈൻ ബാറ്റ്സ്മാൻമാരെ തപ്പി പല സ്കൗട്ടുകൾ നടക്കുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്തേക്ക് വരുമ്പോൾ അഭിഷേക് ശർമ്മയുടെ ഫോം, ഇഷൻ കിഷൻ, തിലക് വർമ്മ വരുന്നു, ശിവൻ ഡുബെ പോലുള്ള താരങ്ങൾ, വൈഭവ് സൂര്യവംശി നമ്മൾ മറന്നുകളാൻ സാധിക്കില്ല. കാരണം മറ്റൊരു ICC ഫൈനലിൽ 175 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഇപ്പോഴും ഭാവിയും ഭദ്രമാണ് ഇടങ്കൈമാർ. ധോണി, അതോടൊപ്പം തന്നെ ഈ ആവേശം കുറയ്ക്കുന്നുണ്ടോ ലോകകപ്പിന്? കാരണം ഈ ഇത്തരത്തിൽ 20 ടീമുകളിലേക്കൊക്കെ പോകുമ്പോൾ താരതമ്യേന ഈ ദുർബലർ എന്ന പദം ഒന്നും സൂര്യകുമാർ യാദവ് ഒന്നും ഉപയോഗിക്കുന്നില്ല. എങ്കിൽ കൂടി നമ്മൾ ശക്തരെ അടയാളപ്പെടുത്തുമ്പോൾ ആ തരത്തിലുള്ള ടീമുകളല്ല എതിരാളികളായി പ്രാഥമിക ഘട്ടത്തിൽ വരുന്നത് എന്നത് ഈ ആരാധകരിലുള്ള ഒരു ആവേശം കുറയ്ക്കുന്നുണ്ടോ? അല്ല, പലപ്പോഴും ICC സംബന്ധിച്ചിടത്തോളം മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി ഈ ക്രിക്കറ്റിന്റെ ഒരു ആവേശം കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളത് ICC സംബന്ധിച്ചിടത്തോളം, ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഘടകമാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു രാജ്യത്തിന് ICCയുടെ ലോകകപ്പിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുക, ഇന്ത്യയെ പോലെ, ഓസ്ട്രേലിയയെ പോലെ, ഇംഗ്ലണ്ടിനെ പോലെ, സൗത്ത് ആഫ്രിക്കയെ പോലെയുള്ള വമ്പന്മാരുമായിട്ട് ഇത്തരത്തിലുള്ള വലിയ വേദിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ലഭിക്കുന്ന ഇത്തരത്തിലുള്ള വലിയ വേദികളുടെ ഒരു അവസരം ലഭിക്കുക എന്നുള്ള അവിടുത്തെ ക്രിക്കറ്റിനെ ഒരുപാട് സ്വാധീനിക്കും. അവർ ക്രിക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പറയുമ്പോൾ പോലും കുഞ്ഞന്മാരെന്നോ അല്ലെങ്കിൽ അത്ര വലിയ ശക്തിയല്ല എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ ലോകകപ്പിൽ USA പ്രകടനം മറന്നുകൊണ്ടായിരിക്കരുത് നമ്മളത് പറയുന്നത്. തീർച്ചയായും അത്തരം ഒരു അട്ടിമറികളൊക്കെ നമ്മൾ പലപ്പോഴും ലോകകപ്പിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ടീമുകളെ അങ്ങനെ കുറച്ച് കാണേണ്ടതില്ല. ഒരു കാര്യം കൂടി, പാകിസ്ഥാൻ എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ, ആദ്യ മത്സരത്തിൽ ജയിച്ചു. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും പാകിസ്ഥാൻ കളിക്കില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് ഉള്ളത്. അതും ഈ ലോകകപ്പിലേക്ക് വീണ്ടും ഈ രാഷ്ട്രീയ ചർച്ചകളാണ് കടന്നു വരുന്നത്.
അല്ല, പലപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കളിക്കുന്ന സമയത്ത് ലോകത്തെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകർക്ക് ഒരു വല്ലാത്ത ആവേശം ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ലോകകപ്പ് മത്സരമാകുമ്പോൾ ആ ആവേശം കൂടുകയും ചെയ്യുന്നുണ്ട്. എന്ത് കാരണം കൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിലും ആ മത്സരം ഒരുപക്ഷെ ഉണ്ടായേക്കില്ല എന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് പലപ്പോഴും ഞാൻ സംസാരിക്കുന്ന പലർക്കും അതില്ലാത്തതിന്റെ ഒരു ആവേശക്കുറവ് കാണുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം മറ്റെന്തിനേക്കാളും പല ക്രിക്കറ്റ് മാറി നിൽക്കുമെന്ന് നമുക്ക് അങ്ങനെ വാശി പിടിക്കാൻ സാധിക്കില്ലല്ലോ. വളരെയധികം നന്ദി ശ്രീ സോണി ചെറുവത്തൂർ. എന്തായാലും നമ്മൾ കാത്തിരിക്കുന്നത് ഇന്ത്യയുടെ ആദ്യ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം ഇന്ത്യ ഒരു വിജയിച്ചു തുടങ്ങുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇന്ത്യൻ ആരാധകർക്കുള്ളത്. എന്തായാലും 7 മണിക്കാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ആദ്യത്തെ മത്സരം. ലോകകപ്പ് വലിയ ആവേശത്തോടെ തന്നെ നിൽക്കുകയാണ്. നമ്മൾ കിരീടം കാക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള കിരീടം അത് സ്വന്തം മണ്ണിൽ ഒരിക്കൽ കൂടി നേടുക എന്നതാണ് ഇന്ത്യ കാത്തിരിക്കുന്നത്.